പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദനഹാകാലം രണ്ടാമത്തെ ഞായറാഴ്ചയാണ്, കർത്താവിന്റെ ദിവസമാണ്. നമുക്ക് ഈ കർത്താവിന്റെ ദിവസം അതിന്റെ പ്രാധാന്യത്തിലും ആചരിക്കാനും പ്രാർത്ഥനയിലായിരിക്കാനും പരിശ്രമിക്കാം. ഈശോ യഹൂദർക്ക് മുന്നറിയിപ്പ് നൽകുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഈശോ എന്ന് അവർ വിളിച്ച താൻ ക്രിസ്തു ആണെന്ന്, മിശിഹ ആണെന്ന് യഹൂദർ മനസ്സിലാക്കാതെ പോകുന്നതാണ് അവരുടെ യഥാർത്ഥ പരാജയമെന്ന് ഈശോ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നീ ആരാണ് എന്ന് യഹൂദർ ഈശോയോട് ചോദിച്ചതിന് ഈശോയുടെ ഉത്തരം മുഴുവൻ താൻ ആരാണെന്ന് മാത്രം പറയുകയല്ല, പിതാവിനോട് ചേർന്ന് നിന്നുള്ള തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് മുഴുവൻ. ഈശോ തൻ്റെ അസ്തിത്വം, ആധികാരികത, അധികാരം, അനുഭവം എല്ലാം പിതാവിൽ നിന്നാണെന്ന് പറയുന്നു. പിതാവിനെ മാറ്റി നിർത്തി ഈശോ സ്വയം എന്ന് ഒന്നും പറയുന്നില്ല. ഞാൻ പിതാവിനെ കേൾക്കുന്നു, പിതാവിൽ നിന്ന് കണ്ടത് സംസാരിക്കുന്നു, പിതാവ് എന്നോട് കൂടെയുണ്ട്, പിതാവാണ് എന്നെ അയച്ചത്. ഈശോ പറയുന്നതെല്ലാം തന്നോടൊപ്പം പിതാവിനെ ചേർത്താണ്. നമ്മൾ ആരാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ദൈവത്തെ ചേർത്താണോ നമുക്കെപ്പോഴും പറയാനും ചിന്തിക്കാനും സാധിക്കുന്നത്? ദൈവമില്ലെങ്കിൽ ഞാനില്ല, ദൈവമാണ് എനിക്ക് തന്നതെല്ലാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സുവിശേഷങ്ങളിൽ ഒന്നിൽ നമ്മൾ വായിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ദൈവം തരുന്നതാണ്, സ്വർഗം തരുന്നതാണ്, ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് നമുക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, മത്സ്യത്തിന് ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട കാര്യം വെള്ളമാണ്. മരത്തിന് നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് മണ്ണാണ്. പക്ഷിക്ക് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ കാര്യമായിട്ടുള്ളത് ആകാശമാണ്. എന്നതൊക്കെ പോലെ മനുഷ്യന് ദൈവമാണ് ഏറ്റവും അടിസ്ഥാനപരമായി ജീവിക്കാൻ വേണ്ട കാര്യം എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് ദൈവം ആദത്തിന് ഇണയെ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരുടെയും കാര്യമെടുക്കുമ്പോൾ ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ദൈവം കൂട്ടുവേണം. ദൈവം ഇല്ലാതെ അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ജീവിതമാണോ എൻ്റെ മനസ്സിലുള്ളത്? അതാണോ ഒരാൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഈ ദിവസം, കർത്താവിൻ്റെ ഈ ദിവസം, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അസ്തിത്വവും ആധികാരികതയും എല്ലാം അങ്ങാണെന്നും അങ്ങിൽ നിന്നാണെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയെ ഒരിക്കലും മറക്കാതിരിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയോട് ചേർന്ന് നിൽക്കാനും അങ്ങ് ഞങ്ങളോട് ചേർന്ന് നിൽക്കാനും ഇടയാക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ദിവസത്തെ മുഴുവനെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭവനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.